ദൈവത്തിന് മഹത്വം. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. ശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും, ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. ഇവിടെ നമുക്ക് ഈ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്, ഞാൻ നിങ്ങളിൽ എന്നത് ക്രിസ്തു വിശ്വാസികളുടെ ഉള്ളിൽ വസിക്കുന്നതിനെ കുറിക്കുന്ന അനുഭവമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു ക്രിസ്മസ് കൂടി കഴിഞ്ഞിരിക്കുന്നു. ലോകമൊക്കെയും പല വിധത്തിൽ അത് ആഘോഷിച്ചു, പല നിലകളിൽ കൊണ്ടാടുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ ക്രിസ്മസിന്റെ അതിന്റെ സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെ മനുഷ്യർ തിന്നുകുടിച്ച് ആഹ്ലാദിച്ച് മദ്യപിച്ച് മതോന്മത്തരായി, അതേപോലെ തെരുവീതികളിലൂടെ ആടിപ്പാടിയും വലിയ അലങ്കാരങ്ങൾ നടത്തിയും ഒക്കെ ഒരു ക്രിസ്മസ് കാലഘട്ടം കൂടെ വന്നുപോയിരിക്കുകയാണ്. എന്നാൽ എന്താണ് യഥാർത്ഥമായിട്ട് ക്രിസ്തു എങ്ങനെയാണ് താൻ നമ്മുടെ ഉള്ളിൽ ആകുന്നത് എന്നതിനെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. ഇവിടെ വായിച്ച ഈ വാക്യത്തിൽ അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഞാൻ നിങ്ങളിൽ എന്നത് നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ആകേണ്ടുന്നതായ ആവശ്യകതയാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു എന്ന മർമ്മമാണ് കൊലോസ്യ ലേഖനം 1:26-27 വാക്യങ്ങളില് പറയുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് അനേകരുടെ ഹൃദയത്തിൽ ക്രിസ്തുവില്ല, അനേക സഭകളിൽ ക്രിസ്തുവില്ല, ആ സഭകൾക്ക് വെളിയിലാണ് ക്രിസ്തു. ഇതെല്ലാം നാം ചിന്തിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോഴാണ് ഓരോ വർഷവും തിമിർത്ത് അനേകർ ഇങ്ങനെ ക്രിസ്മസ്, ഈസ്റ്റർ തുടങ്ങിയ കാര്യങ്ങൾ അതിന്റെ യഥാർത്ഥം എന്തെന്ന് മനസ്സിലാക്കാതെ ചെയ്ത് കൂട്ടുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. AD 336 ക്രിസ്തുവിന്റെ ജനനം ഡിസംബർ 25 എന്ന് റോമിൽ അംഗീകരിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ അത് ക്രിസ്തുവിന്റെ ജനനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാകുന്ന ഒരു ഡേറ്റ് ആണ്. സൂര്യദേവന്റെ ഉത്സവ ദിവസമായ ഡിസംബർ 25 ക്രിസ്തുവിൻ്റെത് ആക്കി മാറ്റിയത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. താന് ഒരു മാനസാന്തരം ഇല്ലാതെ മതപരിവർത്തനം ചെയ്തു വന്ന് വലിയ സ്വാതന്ത്ര്യം ക്രിസ്ത്യാനികൾക്ക് കൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ജാതീയ ഉത്സവങ്ങളെല്ലാം പേര് മാറ്റി അത് ചില ഉത്സവങ്ങളാക്കി സഭയിൽ താൻ കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെയാണ് ഈ ക്രിസ്മസും ഇപ്പോൾ മനുഷ്യർ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ആ തീയതി ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ക്രിസ്തു ജനിച്ചു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്, ചരിത്ര സംഭവമാണ്. അന്നുള്ള രാജാക്കന്മാരുടെ ഭരണകാലത്തെ ആ കാലഘട്ടം നോക്കിക്കൊണ്ടാണ് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഒരു കാലഘട്ടം നമുക്ക് എടുക്കുവാൻ കഴിയുന്നത്. അങ്ങനെ നോക്കിയാൽ ഒരിക്കലും അത് ഡിസംബർ 25 അല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ടും സാധിക്കും. അപ്പോൾ തന്നെ ക്രിസ്തു ലോകത്തിൽ ജനിച്ചു എന്നത് ആർക്കും തിരസ്കരിക്കുവാൻ പറ്റാത്തതാകുന്ന യാഥാർത്ഥ്യവുമാണ്. ക്രിസ്തുവിന്റെ ജനനവും മരണവും അടക്കവും പുനരുത്ഥാനവും ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളതായ കാര്യമാണ്. എന്നാൽ എന്തിന് ക്രിസ്തു ജനിച്ചു എന്ന് മനസ്സിലാക്കാതെ വണ്ണം, മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ക്രിസ്തു ജനിച്ചു എന്നത് മനസ്സിലാക്കാതെ വണ്ണം, ക്രിസ്തു ഉള്ളിലില്ലാതെ വണ്ണം ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെല്ലാം കണ്ട് കർത്താവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക കൊണ്ട്
ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന അനുഭവമാണ് ക്രിസ്തുവിന് ഇന്ന് ആ ഓരോ വ്യക്തികളെ നോക്കിയും സഭയെ നോക്കിയും പലപ്പോഴും പറയേണ്ടി വരുന്നത് എന്ന് ഓർത്തുകൊണ്ട് നാം ഒന്നുകൂടി എന്താണ് ക്രിസ്തുവിന്റെ ജനനം കൊണ്ട് നാം ഓർത്തിരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ക്രിസ്തു ലോകത്തിൽ വന്നത് എന്ന് നാം ഒന്നുകൂടി ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിലെങ്കിലും അതിനെ വചനാടിസ്ഥാനത്തിൽ ചിന്തിച്ചു പോകുന്നതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വചനത്തിൽ അടിയുറച്ച് മുൻപോട്ട് പോകുവാൻ ഇടയായി തീരട്ടെ. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല. പാപിയായി ജീവിച്ചപ്പോൾ പാതയ്ക്കു ദീപമില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതി. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. തന്നോ നിൻ കൃപാദാനമിന്നും ജീവിച്ചിടുവാൻ. തന്നോ നിൻ കൃപാദാനമിന്നും ജീവിച്ചിടുവാൻ. നിന്നാമശക്തിയാലെ നിത്യം നടത്തിയിടണേ. നിന്നാമശക്തിയാലെ നിത്യം നടത്തിയിടണേ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ